it's me Jaza and welcome back to my YouTube channel. ഇപ്പം കുറച്ച് അധിക ദിവസമായില്ലേ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ നല്ല അടിപൊളിയായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഇട്ട് പോയിന്. ഇപ്പം എന്തോ ഒരു മടി ചെറുതായിട്ട് കുടുങ്ങിയതാണ്. ഇൻഷാല്ലാ കഴിഞ്ഞ മധുരമൊക്കെ ഇട്ടുണ്ട്. ഇതാണെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ ഉമ്മൻ്റെ അനിയത്തിനോടേക്ക് വിരുന്ന് പോയിട്ടേനി. അപ്പോൾ ഇത് ശനിയാഴ്ച എടുത്തിട്ടുള്ള ഡേ ഇൻ മൈ. ഇതിപ്പോൾ തന്നെ ഞാൻ മോളൂസിന് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയേനി. കാരണം എനിക്ക് യൂണിഫോം ഇടാനായിട്ടില്ലല്ലോ സ്കൂൾക്ക്. അപ്പോൾ കുറച്ച് ദിവസം കൂടി ഉണ്ട് കേട്ടോ യൂണിഫോം ഇടാൻ. അപ്പോൾ അതുവരെ പൊടിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഓളടുത്ത് നല്ല ഡ്രസ്സ് ഏതെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് 2-3 ഞാൻ അടിച്ച് മാറ്റിയിട്ടുണ്ട്. ചിപ്പനാണ് ഇതാ സോഫയിൽ സുഖമായിട്ട് കുത്തിർന്നൊരു ഫോൺ കാണുകയാണ്. കണ്ടപ്പോൾ എനിക്കൊരു പൊറുതിയേട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അതിനങ്ങോട്ട് തോന്നില്ല. പിന്നെ എന്താ സാധനമൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഗസ്റ്റ് ആയിട്ട് വന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കാനും വേണ്ടി വാങ്ങി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ അടുക്കളയിൽ അതിൻ്റെ ഓരോ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. കൊത്തണ നോക്കിക്കോളി, മണ്ണ് എന്താണ് ഇവിടെ. പിന്നെ മുറ്റത്ത് കുറച്ച് പുല്ല് ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചെത്തി സെറ്റാക്കി. എത്ര അപ്പങ്ങളപ്പ ചുട്ടുങ്ങള്? 3 കുറച്ചേരം ഞാനും പുല്ലൊക്കെ പറിച്ചു കൊടുത്തു. പിന്നെ ഇവരിതാ പുട്ട് ചുടുന്ന പരിപാടിയിലാണ്. അതിന്റെ ഇടയിൽ വേറെ ടീം ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ചിപ്പനൊക്കെ പണിയെടുത്ത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പുല്ല് കുറച്ചാണ് ഇപ്പങ്ങളാ കാണുന്നത്. അതിന്റെ ഇടയിൽ പുട്ട് ചുടാനും പോകുന്നുണ്ട്. ഇതേതാ യൂട്യൂബർ? അപ്പൊ നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഷോർട്സ് ആയാലും ലോങ് വീഡിയോസ് ആയാലും എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് വേണ്ട എന്നുള്ളത് കമന്റ് ആക്കുക. പിന്നെ കുറെ ആൾക്കാർ സ്റ്റഡി വ്ളോഗ് എല്ലാം കമന്റ് ആക്കിയത് കണ്ടു. ഗൈസ് ഞാൻ കാര്യമായിട്ടൊന്നും പഠിക്കലില്ല. അതുകൊണ്ടാണ് പിന്നെ ലൈക്ക് വ്ളോഗ് എടുക്കണമെങ്കിൽ കുറച്ചെന്തെങ്കിലും പഠിക്കണ്ടേ. അതിനുള്ള പഠിപ്പിനെ അപ്പം പഠിക്കലില്ല. ഞാൻ എന്തായാലും നല്ലോണം പഠിച്ചാൽ കുത്തിർക്കണൊക്കെ ഞാൻ ഏതായാലും വ്ളോഗ് ആക്കിയിട്ട് ചെയ്യേണ്ട. ഇപ്പൊ ലോങ് വീഡിയോസ് ഇടുന്നത് ഫുള്ള് ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചടക്കുണ്ടോ ഇല്ല എന്നുള്ളത് കമന്റ് ആക്കുക. എനിക്കൊരു സംശയം നിങ്ങൾക്ക് ചടക്കുണ്ടോന്ന്. കാരണം എന്നും തന്നെ ആകുമ്പോൾ ആർക്കായാലും ചടക്കുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങളടുത്ത് എന്തെങ്കിലും കണ്ടന്റ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ്. അടുക്കളയിലാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ഓരോ പ്രിപ്പറേഷൻ ഒക്കെ ഞാൻ നടന്നുകൊടുക്കുകയാണ്. ഞാൻ പിന്നെ അതിന്റെ ഇടയിൽ ഒന്ന് ആകെ അടിച്ചു വാരി കൊടുത്തു. നമ്മളെന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കൊടുക്കണ്ടേ. വിരുന്ന് വന്നതാന്ന് പറഞ്ഞാണ്ട് വെറുതെ ഉത്തർക്കാൻ പാടില്ലല്ലോ. രാവിലെ ചായ കുടിച്ചതൊന്നും തീരില്ല. ബിക്കോസ് കുറച്ച് കഴിഞ്ഞാലാണ് എനിക്ക് വീഡിയോ എടുക്കാന്നുള്ള ഐഡിയ വന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ അങ്ങനെയൊക്കെയാണ് ഐഡിയകൾ വരാം. ഇവിടെ ആ ചിക്കൻ കടായിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ എല്ലാം പൊരിച്ചോണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മളെ ചിക്കൻ മധുവത്തെല്ലാം സെറ്റ് ആയിക്കണം കേട്ടോ. അങ്ങനെ മധുവത്ത് ഉണ്ടാക്കിയ പാത്രമൊക്കെ ഒന്ന് തുറന്നു നോക്കിയാണ്ട് പൂട്ടി വെച്ചാണ്ട് തന്നെ പോകുന്നത്. പുറത്തുനിന്ന് നല്ല നാച്ചുറൽ സൺലൈറ്റ് വരുന്നോടാ തോന്നുന്നുണ്ട്. ഇവിടുത്തെ മില്ലറിൽ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് രസമൊക്കെ ഉണ്ട്. ഹായ് ഗൈസ്, ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. ഞങ്ങൾ വിരുന്ന് വന്നതാണ്. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ കൂടെ ഉണ്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്നതാണ്. അങ്ങനെ അതുവരെ ഇങ്ങനെ എന്താണ് ഓൺ വോയിസിൽ വീഡിയോ എടുത്ത് ഞാൻ കുറേ നേരം എടുക്കണം വിചാരിച്ചു. അപ്പോൾ എപ്പോൾ എടുക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ഉച്ചയായിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എന്തായാലും ഇവിടുത്തെ കുറച്ച് ക്ലിപ്സ് എല്ലാം കാണിച്ചിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ മാത്രം ക്ലിപ്സ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഏതായാലും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം വന്നതാണ്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും പോവും. ഓക്കെ. അങ്ങനെ അടിച്ചു വാരൽ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഫാനെല്ലാം ഇട്ടാണ്ട് ഫോണൊക്കെ നോക്കി കുത്തിരുന്നത്. ബിക്കോസ് രാവിലെ ആയിരുന്നു ഞാൻ പിന്നെ മര്യാദയ്ക്ക് ഫോണൊന്നും നോക്കിയിട്ട് എന്താണ് അപ്ഡേഷൻസ് ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ കുറച്ച് നേരം ഫോണെല്ലാം നോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ചോറൊക്കെ തിന്നണ്ടേ. ഇനി അപ്പോൾ പിന്നെ ഞാനും അങ്ങോട്ട് ചോറുന്നാ വിചാരിച്ചു. ഇവലാണെങ്കിൽ ഈ മീനിന്റെ അച്ഛനും അമ്മനെയും കാണാതായതും അതിനെ തെരഞ്ഞു പോണതും അങ്ങനത്തെ അതൊക്കെയാണ് കുത്തിർന്ന് കാണുന്നത്. പിന്നെ ഇത് അടുക്കളയെല്ലാം പോയപ്പോൾ ചിക്കൻ കടായി നമ്മളെ ചിക്കൻ മധുവത്തെല്ലാം സെറ്റ് ആയിക്കണം. അപ്പോൾ പിന്നെ ഞാനൊരു പ്ലേറ്റിൽ മധുവത്തും ചിക്കൻ കടായെല്ലാം എടുത്തിട്ട് പിന്നെ അതാ ടിവിന്റെ മുന്നിൽ തന്നെ തൈരും ഉണ്ടായിട്ടോ. അതിനെ പറയാൻ മറന്നതാണ്. അങ്ങനെ ടി വി എല്ലാം കണ്ടിട്ട് ചോറിൽ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയി കുളിച്ച് വന്നു. ഇത് മോളൂസിന്റെ ഷർട്ടാണ് ഗായ്സ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഇവിടെ എല്ലാവരും വർത്താനം പറയണ്ടേ. ഇനി അങ്ങനെ കുറച്ചു നേരം പറഞ്ഞോണം കേട്ടോണൊക്കെ ആയിട്ട് അങ്ങനെ കുത്തർന്നു. ചിപ്പ് നല്ല സാറായിട്ട് കടന്നുറങ്ങാൻ കേട്ടോ. ഉച്ചമയക്കത്തിലാണ് ആള്. ഇവിടെ ആണെങ്കിൽ ഓവൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രൗണി ഉണ്ടാക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്നൊരു തോര. ഇവിടെയുള്ള ആർക്കും ഇതെങ്ങനെ യൂസ് ആക്കാന്നൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. അതുകൊണ്ടാണ് നമ്മളിതൊരു പരീക്ഷണം എന്ന് പറയുന്നത്. സാധനങ്ങളെല്ലാം കസിനോട് ഇതാ കൊണ്ടിരിപ്പിച്ച് സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇൻക്ലൂഡിങ് മീ. എനിക്കും അറിയില്ല ഇങ്ങനെയാണ് ഈ ഓവന്റെ സെറ്റപ്പ് കാര്യങ്ങളൊന്നും. ബിക്കോസ് ഞാൻ ആകെ സൗദിയിൽ നിന്നിട്ട് ഒരു വട്ടം ഓറഞ്ച് കേക്ക് അവിടുത്തെ ഓവനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് അതൊരു കേടുന്ന ഓവനേനി. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം വേവാതെ കേക്ക് ആയിട്ടുണ്ട്. ആ ഓവനിൽ കറങ്ങുന്ന സാധനം കേടെ ഇനി തോന്നുന്നുണ്ട്. അതുകൊണ്ടാവും മേ ബി ഒരു സൈഡ് വേവാതെ. ബ്രൗണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ബട്ടറും അതേപോലെ ഡയറി മിൽക്കും മെൽറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പഞ്ചസാര മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ബട്ടറും ഡയറി മിൽക്കും മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ഞാനിതാ എഗ്ഗ് ബീറ്റ് ചെയ്യാണ്. 6 എഗ്ഗാണ് കേട്ടോ ഞാൻ അടുത്തുണ്ടായിരുന്നത്. ഈ ബീറ്ററിന്റെ വിസ്ക് മാറ്റി സാധനം 2 ഉണ്ടാവുമല്ലോ. ബട്ട് ഇതിൽ ഒന്നും ഇങ്ങോട്ട് കയറണില്ല, ഇതിൽ ഫിറ്റ് ആവണില്ല. അതുകൊണ്ട് ഞാൻ ഒന്നിട്ടിട്ടാണ് ഇപ്പൊ ഇത് ബീറ്റ് ചെയ്യുന്നത്. കുട്ടികൾക്ക് കേക്കെല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഓവർ എക്സൈറ്റ്മെന്റ് കേൾക്കാറല്ലോ. അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇതിന്റെ ചുറ്റും ഏതായാലും ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ എഗ്ഗക്ക് പൊടിച്ച പഞ്ചസാര കുറച്ച് ചേർത്ത് ഏതായാലും ബീറ്റ് ആക്കി സെറ്റ് ആക്കി വെച്ചു. മുട്ട ബീറ്റ് ആക്കിയവരാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റ് ആക്കില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പൊ നമ്മൾ കൊക്കോ പൗഡറും അതേപോലെ മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ്
ആദ്യമായിട്ടാണ്ടോ ബ്രൗണി ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിൽ നിന്നും ബ്രൗണി ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ എല്ലാ സാധനങ്ങളും പരീക്ഷിക്കലുണ്ട്, ബട്ട് ബ്രൗണിമൊക്കെ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. പിന്നെ ഞാനാണെങ്കിൽ യൂട്യൂബ് കണ്ട റെസിപ്പി 3 മുട്ടയും അങ്ങനെയെല്ലാം ഇട്ടിട്ടാണ്. ഞാൻ ഇപ്പോൾ 6 മുട്ട എടുത്തല്ലോ, അതുകൊണ്ട് തന്നെ കണക്കൊന്നും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ മെഷറിംഗ് കപ്പും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ മാതിരിയൊക്കെയാണ് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളത് ഇതിക്ക്. അതുകൊണ്ട് എനിക്ക് ശരിയാവുന്ന വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കാണുമ്പോൾ മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. വാഷിംഗ് മെഷീൻ്റെ മേലെ വെച്ചാണ് ഈ ബീറ്റിംഗ് പരിപാടിയൊക്കെ നടത്തുന്നത്. പ്ലഗ് വരുന്നത് ആ ഒരു ഭാഗത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീനെ വെച്ച് ബീറ്റ് ചെയ്യാന്നല്ലാതെ വേറെ നിവർത്തിയില്ല. നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ബട്ടറും ചോക്ലേറ്റും ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു ബാറ്റർക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നന്നായിട്ട് ഇനി മിക്സ് ആക്കിയിട്ട് എടുക്കണം. നമ്മൾ ഒരിക്കലും ബാറ്റർ ഈ ഒരു ബീറ്റർ വെച്ചിട്ട് മിക്സ് ആക്കരുത്. കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ അത് ഹാർഡാവുന്ന് പറഞ്ഞു കേൾക്കാം. ബ്രൗണിന്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാനാണെങ്കിൽ ആ ബീറ്റർ വന്ന് വിസ്ക് മരച്ച സാധനം ഒരാളെ മടികൊണ്ട് ഇതിനോട് തന്നെ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടാണ് ഇത് മിക്സ് ആക്കി എടുത്തത്. അങ്ങനെ നമ്മളെ ബാറ്ററെല്ലാം സെറ്റ് ആയിക്കണം. നമ്മൾ ഈ ഒരു ട്രാക്കാണ് കേട്ടോ ഇനി ഇത് ബേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കാൻ പോണത്. ഈ ഒരു ഓവന്റെ ടെക്നോളജി ആണെങ്കിൽ ഇവിടെ ഉള്ള ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ChatGPT-നോട് ചോദിച്ചിട്ടാണ് ഇതൊന്ന് സെറ്റ് ആക്കി എടുത്തത്. കുറച്ചധികം ടൈം എടുത്തു ഇതൊന്ന് ബേക്ക് ആയി ഇല്ലാന്ന് റെഡി ആയി കിട്ടാൻ. കാരണം നമുക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലായി വരണ്ടേ. നമ്മളാണെങ്കിൽ ഫുൾ ബാറ്റർ ഒഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് ബാറ്റർ ബാക്കിയുണ്ട്. അതിന്റെ ഇടയിൽ അത് കട്ടുന്നോലും ഉണ്ട്. നമ്മളിത് 20 മിനിറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 3.5 മിനിറ്റ് ബാലൻസ് ആയിരിക്കെ ഒരു മണൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ആക്കിയിട്ട് തുറന്നു നോക്കി. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഇതിന് വലിയ കുഴപ്പമൊന്നും ഇല്ല ഇനി. അതുകൊണ്ട് നമ്മൾ അടിപൊളിയായി സെറ്റ് ആയിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇത് എടുത്തിട്ടുണ്ടായി. നമ്മളാണെങ്കിൽ ഇതിന്റെ കറക്റ്റ് സെന്ററിൽ തന്നെ ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കിയിട്ടുണ്ടായിനി. അപ്പൊ വലിയ പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. കുറച്ചേരത്തെ ചൂടാറാൻ വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുട്ടികളെല്ലാരും ഇവിടെ വലിയ അന്യഗ്രഹ ജീവിനിട്ട് നോക്കണം മാതിരി ടേബിളെ ചുറ്റും നിന്ന് നോക്കിന്. അപ്പൊ നമ്മൾ മുറിക്കാൻ വിചാരിച്ചു. ആരും ബർത്ത്ഡേ ഒന്നല്ല കേട്ടോ, എന്നാലും ഇങ്ങനെ കേക്കോ ബ്രൗണിയൊക്കെ മുറിച്ചുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ പാടിയാണ്ട് മുറിച്ചത് ഒരു രസമാണല്ലോ. സെന്റർ പാർട്ടിലെല്ലാം കുറച്ചൊന്ന് വേവാണ്ട് ഇനി, അതായത് ഒന്നുകൂടി ഒന്ന് കുക്ക് ആവാനായിട്ട് ഉണ്ടായിരുന്നു. ആ 3.5 മിനിറ്റിന്റെ കുറവ് ഇക്കാരം നമ്മള് പിന്നെ സ്മെല്ലൊക്കെ വന്നപ്പോൾ എടുത്തത് കഴിഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ബാറ്ററി ഫുൾ ഒഴിച്ചിട്ടില്ല, ഇനി കുറച്ച് ബാറ്ററി ബാലൻസ് ഉണ്ട്. ഇനി അത് നമ്മൾ വലിയ ദോശയിട്ട് ചുടുന്ന മാതിരിയൊക്കെയാണ് ഇത് സെറ്റ് ആക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ആ ട്രയൽ തന്നെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഓവനിൽ തന്നെ കയറ്റിയിട്ടുണ്ടായിരുന്നു. സങ്കടുണ്ട്, പോവാണ്. അതെ അതെ, മെയിൻ താരങ്ങള്. പിന്നെ ബ്രൗണിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോത്തിന് തന്നെ രാത്രി ആയിട്ടുണ്ടായിനി. ഇപ്പൊ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിനി കേട്ടോ നമ്മളെ. അങ്ങനെ പിന്നെ രാത്രിത്തെ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ പോന്നിട്ടുണ്ടായിനിയത്. അങ്ങനെ ഇങ്ങോട്ട് വന്ന മാതിരി തന്നെ സഞ്ചിയും ബാഗൊക്കെ തൂക്കിയാണ്ട് പിന്നെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ടീംസിനെല്ലാം നമ്മൾ വണ്ടിന്റെ ഉള്ളിലാക്കി കയറ്റി സെറ്റ് ആക്കി ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓലോട് ടാറ്റാ ബൈ ബൈ സീ ഒക്കെ പറഞ്ഞാണ്ട് പോകും. ഇപ്പൊ കുറച്ച് അധികമായി തോന്നുന്നുണ്ട് എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട്. ഇതിലിപ്പോ ഇമ്മമ്മ ഇപ്പൊ ഒന്നും പെട്ടിട്ടില്ല. ഇമ്മാനോടക്ക് പോയാലേ ഓലൊക്കെ ഉണ്ടാവും. എല്ലാരും ഇങ്ങനെ ഒപ്പറിൽ നിന്ന് പിന്നെ അവനാന്റെ പെരേക്ക് പോകുമ്പോ എന്തോ മാതിരിയാണ്, ലൈക്ക് ഫുള്ളൊരു ഒച്ചപ്പാടേക്കാരിൽ എല്ലാരും ഉണ്ടാവുമ്പോ. പിന്നെ പെരേക്ക് എന്നാ പിന്നെ അത്ര ഒച്ചപ്പാടും വേളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. ഈ ഒരു സുൽത്താൻ പാലസിന്റെ അവിടെ ഒരു പാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ വിരുന്നിറക്കാനും വേണ്ടി അങ്ങോട്ട് പോകുന്ന ടൈമിൽ തന്നെ കുട്ടികൾ പറഞ്ഞു ലൈക്ക് കാരണം തിരിച്ചു വരുമ്പോൾ കാരണം പറഞ്ഞു. ഇമ്മച്ചാണെങ്കിൽ പിറ്റേന്ന് മദർസ് ഉള്ളതുകൊണ്ട് തന്നെ നീച്ചില്ല, നേരം വെക്കുന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ കയറണ്ടാ പറഞ്ഞ് കുത്തിറക്കേനി. ഇപ്പച്ചാണെങ്കിൽ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ കയറി. എനിക്കാണെങ്കിൽ കയറാൻ വലിയ പൂജയൊന്നും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ പുള്ളി പാനാണ് കൈസ് ഇട്ടത്. എന്റെ ഔട്ട്ഫിറ്റിന്റെ ഒരു കോലം ഞാനിപ്പോ നേരെ പെരേക്കാണല്ലോ എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഇട്ടതാണ്. എല്ലാവരും ആണെങ്കിൽ നല്ല ഡ്രസ്സാണ് ഇട്ടത്, ഞാനാണെങ്കിൽ അറിയാതെ ഈ ഒരു പുള്ളി പാൻറ് ഇട്ടും ചെയ്ത്. പിന്നെ എനിക്ക് തന്നെ ജാതിയാവുക. അങ്ങനെ ചിപ്പനെ കുറച്ചേരം ഊനാലിലാട്ടിയിട്ട് ഞാൻ പിന്നെ വേഗം കറക്കനെ അവിടെയെങ്കിലും ആകെ കുറച്ചേരം നിന്നുണ്ടേനുള്ളൂ. ഒരു 15-20 മിനിറ്റ് ഒക്കെ നിന്നുണ്ടെങ്കിൽ ഉണ്ടാവും, അത്ര നേരം നിന്നിട്ടുള്ളൂ ഇനി. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഇമ്മാൻ്റെയോടക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരെല്ലാം ഇമ്മാൻ്റെയോടെ ഇറക്കി. എന്നിട്ട് നമ്മൾ നേരെ നമ്മളെ വീട്ടിൽ തന്നെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ പോണ വൈക്കിൽ പിന്നെ പെട്രോൾ അടിക്കാനും വേണ്ടിയിട്ട് പെട്രോൾ പമ്പിലെല്ലാം കയറിയിട്ടുണ്ടായിനി. മാസിലൊക്കെ പിന്നെ ഏകദേശം സൈഡ് ആയിക്കണം. ഞാൻ കുറെ ലോങ് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഓരോന്നായിട്ട് ഞാൻ ഏതായാലും ഇടണം. ചെറിയ തോതിലൊന്നും മടി പിടിച്ചതാണ്. പിന്നെ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ മൺഡേ ടു ഫ്രൈഡേ എന്ന് പറഞ്ഞത് ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആണല്ലോ. പിന്നെ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചാനും ഉണ്ടാവും, രാത്രിക്കുള്ള തന്നെ ഉണ്ടാവുള്ളൂ. ഒക്കെ പാടെ കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഇട്ടാനുള്ള ടൈമും ഉണ്ടാവില്ല. +1 ആരെയുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫറിന് കൊടുത്തിനോ കിട്ടീനോ എന്നുള്ള കമന്റ് ആക്കുക. എന്റെ ട്രാൻസ്ഫറിന്റെ ഞാൻ ഇൻഷാല്ലാ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ആക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.